ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആക്ച്വലി വീഡിയോ ഇടുമ്പോൾ അത് മോർണിംഗ് ആണോന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ കുറേ ഫ്രണ്ട്സും ഫാൻസൊക്കെ ഭയങ്കര പ്രഷറൈസ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാമൊക്കെ ആയിരുന്നു, അത്ര ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് ആക്ച്വലി മെയ് 1 ആണ്, എല്ലാവർക്കും അറിയാലോ. സോ ഹോളിഡേ ആണ്, എന്തോ ഭാഗ്യത്തിന് ഹോളിഡേ ആണ് ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് ഓർത്തു. പക്ഷേ 8:30 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് പോകും. ഞാൻ എണീറ്റത് 8:15 സോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന്. അപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കിടന്ന് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇത് ആക്ച്വലി എൻ്റെ മോർണിംഗ് ഫേസ് ആണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫേസ് വാഷ് പോലും ചെയ്തിട്ടില്ല. ഇനി വേണം കുറച്ച് മെനയൊക്കെ ആയിട്ട് ഇരിക്കണമല്ലോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പം. അപ്പോൾ ഇനി പോയിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിക്ക് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു, കണ്ടില്ല മുടിയൊക്കെ നന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി ജെല്ലും ക്രീമും തേച്ചിട്ടാട്ടോ ഇങ്ങനെ കിടക്കുന്ന. സോ നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഓക്കെ, ഫസ്റ്റ് സോ നമ്മൾ ടോണർ യൂസ് ചെയ്യുക. ഇത് ആക്ച്വലി വൈറ്റ് സീഡ് ഫേസ് ഓഫ് വൈറ്റ് സീഡ് ബ്രൈറ്റ്നിങ് ടോണറാണ്. ഇത് ഞാൻ 3 സെറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് എനിക്കത് റിവ്യൂ ഒന്നും പറയാനില്ല, വീഡിയോ വേറെ നമുക്ക് ചെയ്യാം. സോറി ഗൈസ്, അത്ര ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ. സോ ഞങ്ങളൊരു ചട്ടിച്ചോറ് കഴിക്കാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്ര ടൈമില്ല, ഞങ്ങൾക്ക് ഇവിടെ ബസ്സിൽ പോകണേ, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അടുത്തത് ഇതിൻ്റെ സെറം ഇട്ടു. ആക്ച്വലി ഇതൊന്നും ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ, കാരണം എന്താ പറയുക, അത്ര ടൈം ആക്ച്വലി കിട്ടാറില്ല. പക്ഷെ ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ അതിൻ്റെ ഒരു മെന വേണ്ടേ, അതുകൊണ്ട് എടുക്കുന്നതാണ്. ഇതാണ് മോയ്സ്ചറൈസർ. ഇതൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് നല്ല ഹെവി ആയിരിക്കും, 3 ഇടുമല്ലേ ലെയർ ചെയ്തിട്ട്. പക്ഷേ ഇത് ആക്ച്വലി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോയിൽ എൻ്റെ സൺസ്ക്രീൻ ആണ് കാണിക്കേണ്ടത്. ഇതാണ് പുതിയത് വാങ്ങിച്ചാണ്, എയർ ഫിറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, എയർ ഫിറ്റ് ബെൻറ്റൻ്റെ എയർ ഫിറ്റ് UV സൺസ്ക്രീൻ. ഇത് മെയ്ഡ് ഇൻ കൊറിയ ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗ്രീൻ കളർ. സോറി ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി. പിന്നെ പുള്ളിക്കാരത്തിയാണ് ഓൾറെഡി അവിടുന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങി വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ലിഫ്റ്റിലെ മിററൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. ഒരു ചട്ടിച്ചോറ് കഴിക്കാൻ ഇത്ര ഒരുങ്ങി കെട്ടി പോകണമെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ആക്ച്വലി പുറത്ത് വിടാറില്ല, ഞങ്ങൾ ഇങ്ങനെ എന്തിനേലും പുറത്ത് ഇറങ്ങാറുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വെളിയിൽ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അവിടെ എത്തിയിട്ടും നമ്മൾ ആസ് യൂഷ്വൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എവിടെ പോകാമെന്നൊക്കെ ചോദിക്കുകയാണേ. പിന്നെ അങ്ങനെ നമ്മളുടെ സ്ഥലത്തെത്തി. ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഉപ്പും മുളകും പഴങ്കഞ്ഞിക്കട, കൊല്ലംകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആണ്. നല്ല ഫുഡായിരുന്നു. നമ്മൾ 2 ഫിഷ് ചട്ടിച്ചോറാണ് പറഞ്ഞത്. നമ്മൾ 4 പേരുണ്ടെങ്കിലും 2 മതി, ഞങ്ങൾക്ക് തന്നെ ധാരാളം. അത്യാവശ്യം വരാനുണ്ടായിരുന്നു. പിന്നെ പപ്പനെ ഇഷ്ടപ്പെട്ടു, ബട്ട് ആരതിക്ക് ഇഷ്ടമായില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അവളെടുത്ത ഒരു പോർഷൻ അവൾക്കെന്തോ അത്ര ഇഷ്ടമായില്ല. കുറച്ച് കഷ്ടപ്പാടായിരുന്നു പുള്ളിക്കാരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ ഒരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. നമ്മുടെ അടുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ സെർച്ച് ചെയ്ത് നമുക്കടുത്തൊരു വാട്ടർഫോൾ ആണെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു അരുവിയല്ലല്ലോ, അങ്ങനെ എന്തോ ഒരു സാധനം. അങ്ങനെ പോകുന്ന വഴിക്ക് ചാമ്പയ്ക്ക കണ്ടു. പപ്പൻ അത് പിച്ച് തിന്നുന്നുണ്ട്. പപ്പൻ എന്നാണ് നമ്മൾ വിളിക്കുന്ന പേരാട്ടോ. ആക്ച്വലി ആളുടെ പേര് അമൃത എന്നാണ്. അത് പിന്നെ നമ്മൾ എല്ലാവരും കഴിച്ചു, ഞാൻ കഴിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. നല്ല ഇഷ്ടമായി. ഇതായിട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. നമ്മൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല അങ്ങോട്ട് പോയത്, ബട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതവിടെ പപ്പൻ കുഞ്ഞു പിള്ളേരെ പോലെ കളിക്കുന്നുണ്ട്.
ലാസ്റ്റ് ഇവളന്മാരൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ ഒരു കഷ്ടപ്പാടാട്ടോ കാണുന്നത്. ഞാൻ അവരറിയാണ്ട് അത് ഷൂട്ട് ചെയ്തതാണ്. ആക്ച്വലി ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവർക്ക് അങ്ങനെ ഇതായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് പോയി. അവിടെ നിന്നില്ല പിന്നെ അധികം. പിന്നെ അത് ആരതി സിംഗിളായിട്ടൊരു ഡാൻസൊക്കെ എടുത്തു കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു പോവാണ്. നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഗോലി സോഡ കുടിച്ചു. എന്താ കുടിക്കുന്നേ? ഗോലി സോഡ. കുഴഞ്ഞോ? ഇതാ പിന്നെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് മാംഗോ ഷേക്ക് എന്തോ വാങ്ങി കുടിക്കുന്നുണ്ട് ആൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് നടക്കുകയാണ്. ഇതാട്ടോ ഞങ്ങൾ പോകുന്ന വഴി ഇതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈം ആരതി പഠിക്കാനുണ്ടായിരുന്നു. അവളങ്ങനെ നോട്ട്സൊക്കെ എഴുതി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ എന്നൊക്കെ പറയുന്നത്. ബാക്കിയാൾ ഓൺ വോയിസ് പറയും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം. വളരെ നാച്ചുറലായിട്ടുള്ള ദിവസം. സോ നാച്ചുറലി ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം പോകുന്നത്. ക്ലാസ് ഉള്ള ദിവസം ഇങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.